നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദോഹയിൽ ഇസ്രായേൽ ആക്രമണം. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ താമസിച്ച ഖത്താരയിലെ പാർപ്പിട സമുച്ചയം ഇസ്രായേൽ ആക്രമിച്ചെന്ന് ഖത്തറിന്റെ സ്ഥിരീകരണം. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ തുടക്കം മാത്രമെന്ന ബെഞ്ചമിൻ നെതന്യാഹു. പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് ഖത്തർ. അമേരിക്കൻ സഹായത്തോടെയാണ് ആക്രമണമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ. CPI രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. NDA സ്ഥാനാർത്ഥിയുടെ ജയം. 300-നെതിരെ 452 വോട്ടുകൾക്ക്. ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി. 19 പ്രതിപക്ഷാംഗങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. CPI രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ NDA നേതാക്കൾ. പ്രതിപക്ഷത്തിന് ഐക്യമില്ലെന്ന് BJP. നിയുക്ത ഉപരാഷ്ട്രപതിയുടെ ജന്മനാട്ടിൽ വൻ ആഘോഷം. ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കി നേപ്പാൾ ഭരണകൂടം. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചു. കാഠ്മണ്ഡു വിട്ട ശർമ്മ ഒലി സേനാ കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾക്കും പാർലമെന്റ് മന്ദിരത്തിനും തീയിട്ടു. മുൻ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദുബൈക്ക് നേരെ ആക്രമണം. സർക്കാരിന്റെ രാജിക്ക് പിന്നാലെ കാഠ്മണ്ഡുവിൽ യുവാക്കളുടെ ആഘോഷം. നേപ്പാളിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ഇന്ത്യ. പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങൾ തുടരാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിമാന സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യയും ഇൻഡിഗോയും സ്പൈസ് ജെറ്റും. നേപ്പാളിലെത്തിയ മലയാളികൾ സുരക്ഷിതരെന്നും നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കാഠ്മണ്ഡുവിൽ കുടുങ്ങിയത് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള 40ഓളം പേർ. പോലീസിനെതിരായ കസ്റ്റഡി മർദ്ദന പരാതികൾ നിലയ്ക്കുന്നില്ല. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ ഗുരുതര പരാതിയുമായി മുൻ സൈനികനും രാഷ്ട്രീയ നേതാക്കളും സിനിമാ നിർമ്മാതാവും ആരോപണ വിധേയനായ PG മുൻ SI രതീഷിനെതിരെ വീണ്ടും പരാതികൾ. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷ യുവജന സംഘടനകൾ. തുടർച്ചയായി മർദ്ദന പരാതി ഉയരുന്ന ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു മനുഷ്യാവകാശ സംഘടനയുടെ അഡ്വൈസർ ബോർഡ് അംഗം. പെരുമ്പാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയുടെ അഡ്വൈസറി ബോർഡിലാണ് മധുബാബു ഉള്ളത്. ISO IAF അംഗീകാരമുള്ള സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം. മധുബാബു സംഘടനയിൽ അച്ചടക്കമുള്ള ആളെന്ന് ചെയർമാൻ ഡോക്ടർ K അനിൽകുമാർ 24നോട്. ലോക്കപ്പ് മർദ്ദനം നടത്തുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് CPM നേതാവ് ഡോക്ടർ TM തോമസ് ഐസക്. പോലീസ് അതിക്രമങ്ങൾ പാടില്ല എന്നാണ് സർക്കാർ നയം. അതാണ് റിട്ടയർഡ് ജഡ്ജി ഉൾപ്പെടുത്തി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി രൂപീകരിച്ചത്. എല്ലാ കാലത്തും പോലീസിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകുമെന്നും തോമസ് ഐസക്. പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴോട്ടെന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് മറ്റൊരു DGP യോഗേഷ് ഗുപ്തയുടെ വിമർശനം അറിയിച്ച സംസ്ഥാന പോലീസ് മേധാവി റവാള ചന്ദ്രശേഖരൻ യോഗേഷ് ഗുപ്ത കത്ത് നൽകി. തന്റെ വിജിലൻസ് ക്ലിയറൻസ് അപേക്ഷ പരിഗണിച്ചില്ലെന്ന് വിമർശനം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മോശം സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണം നിഷേധിച്ച് ക്രമസമാധാന വിഭാഗം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ VJ വിനോദ് കുമാർ. ജോലിയുടെ ഭാഗമായാണ് സന്ദേശങ്ങൾ അയച്ചതെന്നാണ് വിനോദ് കുമാറിന്റെ മൊഴി. പരാതിക്കാരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പോലീസ് അതിക്രമത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും അടൂർ പ്രകാശ്. പേരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസിൽ പോലീസ് തുണക്കഥ മെനഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച്. നിരപരാധിയായ ബിന്ദുവിനെ മോഷ്ടാവായി ചിത്രീകരിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട്. മാല കിട്ടിയത് വീടിന് പുറത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നെന്ന പോലീസ് വാദവും പൊളിഞ്ഞു. കണ്ടെത്തിയത് പരാതിക്കാരിയെ ഓമന ഡാനിലെ വീട്ടിൽ നിന്ന്. ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ. നീതി ലഭിക്കും വരെ നിയമപോരാട്ടം തുടരുമെന്ന് ബിന്ദു. അനന്തപുരയിൽ ദൃശ്യവിസ്മയമൊരുക്കി ഓണം വാരാഘോഷത്തിന് കൊടിയിറക്കം. പാനവയം വീതിയിൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് ഗവർണർ. ആഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖർ. ആചാര പെരുമയിലാറന്മുള ഉത്രട്ടാതി ജലമേള. A ബാച്ചിൽ മേലുകരയും B ബാച്ചിൽ കൊറ്റാത്തൂർ കൈത്തക്കുടിയും ജേതാക്കൾ. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിയതിൽ വിവാദം. അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ. ആഗോള അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാനുള്ള നീക്കമെന്ന പ്രതിരോധവുമായി ദേവസ്വം ബോർഡ്. അറ്റകുറ്റപ്പണികൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നും വിശദീകരണം. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിൽ റാപ്പർ വേടന് ജാമ്യം. എറണാകുളം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ് എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയത്. കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് വേടൻ. കണ്ണൂരിൽ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ CPIM ബ്രാഞ്ച് സെക്രട്ടറിയാക്കി. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബാബുവിനെയാണ് ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയത്. പാർട്ടി അന്വേഷണത്തിൽ അമൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരുന്നുവെന്നാണ് CPIMന്റെ വിശദീകരണം.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളാണ് മുന്നറിയിപ്പ്. കേരള സർവകലാശാല ഭരണതർക്കം പോലീസ് പരാതിയിലേക്ക്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരെ സിൻഡിക്കേറ്റ് അംഗം പോലീസിൽ പരാതി നൽകി. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സ് VC തിരുത്തിയെന്നാണ് പരാതി. പരാതിയുടെ പകർപ്പ് 24. ഓണക്കച്ചവടത്തിൽ സർവകാല റെക്കോർഡുമായി ബെവ്കോ. 11 ദിവസത്തെ ഓണക്കച്ചവടത്തിൽ മുൻ വർഷത്തേക്കാൾ 78.67 കോടി രൂപയാണ് അധിക വരുമാനം. 920.74 കോടി രൂപയുടെ മദ്യമാണ് ഓണക്കാലത്ത് വിറ്റത്. 6.41 കോടിയുടെ വിൽപ്പന നടത്തിയ മലപ്പുറം തിരൂർ ഔട്ട്ലെറ്റാണ് ഒന്നാമത്. സംസ്ഥാനത്ത് 20 ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നാളെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മദ്യക്കുപ്പിക്ക് 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കും. ഡ്രൈഡേ ഒഴിവാക്കാൻ അടുത്ത വർഷം മുതൽ ആലോചിക്കുമെന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി. നിലവിൽ ഒഴിവാക്കേണ്ട എന്നാണ് സർക്കാർ തീരുമാനമെന്നും ഹർഷിത അട്ടല്ലൂരി. ഒക്ടോബർ മുതൽ മദ്യം പേപ്പറിൽ പൊതിഞ്ഞ് നൽകില്ല. ഔട്ട്ലെറ്റിൽ നിന്ന് ക്യാരി ബാഗ് വാങ്ങുകയോ കൊണ്ടുവരികയോ വേണമെന്നും ബെവ്കോ MD. സംസ്ഥാനത്തെ ലഹരിക്കടത്ത് തടയാൻ ഓണക്കാലത്ത് എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ അറസ്റ്റിലായത് 1457 പേർ. 242 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 21 ലക്ഷം രൂപയാണ് പിഴയായി ഈടാക്കിയത്. 11 കോടി രൂപയുടെ പ്രതിദിന വരുമാനം നേടി സർവകാല റെക്കോർഡ് കുറിച്ച് KSRTC. ഓണാവധികൾക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമായി ഇന്നലെയാണ് റെക്കോർഡ് വരുമാനം നേടിയത്. എക്കാലത്തെ മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ 10 കോടി 19 ലക്ഷം രൂപയാണ് ഇന്നലെ KSRTC നേടിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ CJM കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരിയെ നടി മാഫിയയുടെ നിയന്ത്രണത്തിൽ നിന്നും ഗൂഢാലോചനയ്ക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും സനൽകുമാർ ശശിധരൻ പറഞ്ഞു. നടിയുമായി 7 വർഷമായ പ്രണയത്തിലാണെന്നും അവർ കൂടി ആവശ്യപ്പെട്ടിട്ടാണ് തന്റെ പോരാട്ടമെന്നും സംവിധായകന്റെ പ്രതികരണം. ഹേമ കമ്മിറ്റിക്ക് മുന്നിലെത്തിയ പരാതികൾ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ഇരകളോടുള്ള അവഹേളനം നിർമ്മാതാവ് സാന്ദ്ര തോമസ്. പ്രസ്താവന സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിമർശനം. തൃശൂർ പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ നാളെ ഓൺലൈനായി കോടതിയിൽ ഹാജരാകും. അണ്ടർപാസ് നിർമ്മാണം നടക്കുന്നിടത്ത് അപകടം പതിവെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. വെസ്റ്റ് ഹിൽ വിജിൽ തിരോധാന കേസിൽ വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിജിലിനെ കല്ലുവെട്ടി താഴ്ത്തിയെന്ന് പറയുന്ന ചതുപ്പ് തിരച്ചിലിന് പ്രതിസന്ധിയാണ്. നാളെ തിരച്ചിൽ പുനരാരംഭിക്കും. മാലേഗാവ് സ്ഫോടന കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളാണ് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. BJP നേതാവ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെയാണ് അപ്പീൽ. അപ്പീൽ തിങ്കളാഴ്ച പരിഗണിക്കും. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്ത. PP മുകുന്ദൻ സേവാ പുരസ്കാരം MS സുനിൽ ടീച്ചർക്ക്. പത്തനംതിട്ടയിലെ സേവന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. PP മുകുന്ദൻ 2ാം ചരമദിനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. ഈ മാസം 13-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവാർഡ് സമർപ്പിക്കും. മമ്മൂട്ടിയുടെ പിറന്നാൾ ആലപ്പുഴ ചെമ്പിലരയൻ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ജന്മനാട്ടിൽ ആഘോഷിച്ചു. ബോട്ട് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SG സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ലിറ്റററി ഫോട്ടോഗ്രാഫർ D മനോജ് വൈക്കം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഓമശ്ശേരിയിൽ കാട്ടുപന്നി കുറുകെ ചാടി പരിക്കേറ്റ് ബൈക്ക് യാത്രികൻ മരിച്ചു. കൂടത്തായി സ്വദേശി അബ്ദുൽ ജബ്ബാറാണ് മരിച്ചത്. കഴിഞ്ഞ 15 ദിവസത്തിനിടെ പ്രദേശത്ത് പന്നിയിടിച്ചുണ്ടാകുന്ന 3ാമത്തെ അപകടമാണിത്. കൊല്ലം ശാസ്താംകോട്ടിൽ സ്കൂൾ ബസ് സ്കൂട്ടറിലിടിച്ച് യുവതി മരിച്ചു. തൊടിയൂർ ശാരദാലയം വീട്ടിൽ 25 വയസ്സുള്ള അഞ്ജനയാണ് മരിച്ചത്. ശാസ്താംകോട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായ അഞ്ജനയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ മാർബിൾ ലോറി മറിഞ്ഞ അതിഥി തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി രാംനാഥ് റാമാണ് മരിച്ചത്. കാസർഗോഡ് നീലേശ്വരത്തിൽ ലോറി സ്കൂട്ടറിലിടിച്ച് ഒരാൾ മരിച്ചു. ചിത്താരി സ്വദേശി ഹംസയാണ് മരിച്ചത്. പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. എറണാകുളം വെണ്ണലിൽ അശാസ്ത്രീയ പ്ലാസ്റ്റിക് സംസ്കരണം. വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ചാക്കുകൾ നിറച്ച് മണ്ണിട്ട് മൂടുന്നു. വെണ്ണലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനമാണ് അനധികൃതമായി വൻതോതിൽ പ്ലാസ്റ്റിക് മണ്ണിട്ട് മൂടുന്നത്. വയനാട് വെള്ളമുണ്ടയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞ അപകടം. 12 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ പരിക്ക് ഗുരുതരം. ജീപ്പ് സമീപത്തെ വീടിന്റെ മുറ്റത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. കാസർകോട് ഷവർമ കഴിച്ച 14 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. വയറുവേദനയും ഛർദിയും മൂലം കുട്ടികളെ കാഞ്ഞങ്ങാട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂച്ചക്കാട് ബോംബെ ഹോട്ടലിൽ നിന്നാണ് ഷവർമ കഴിച്ചത്.
കോട്ടയം കടുത്തുരുത്തിയിൽ വൻ കഞ്ചാവ് വേട്ട. അപ്പാഞ്ചിറ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വീട്ടിൽ നിന്നാണ് 15 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുൻ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ MC കമറുദ്ദീന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കൊച്ചിയിൽ MDMA ഡോക്ടർ പിടിയിൽ. നോർത്ത് പറവൂർ സ്വദേശി അംജദ് ഹസനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 1 ഗ്രാം MDMA ഡാൻസാഫ് പിടിച്ചെടുത്തു. ഡോക്ടർ ഏറെ നാളെ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കൊച്ചിയിലെ യുവ ഡോക്ടർക്ക് പിന്നാലെ യൂട്യൂബറും MDMA പിടിയിൽ. കൊല്ലം സ്വദേശി ഹാരിസാണ് കൊച്ചി കുസാറ്റ് പരിസരത്ത് നിന്ന് ഡാൻസാഫിന്റെ പിടിയിലായത്. കുസാറ്റിലെ വിദ്യാർത്ഥികൾക്കടക്കം വിതരണത്തിനെത്തിച്ച് 20 ഗ്രാം MDMA ഇയാളിൽ നിന്ന് പിടികൂടി. കോട്ടയത്ത് ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറി വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. കടുത്തുരുത്തി പോളിടെക്നിക് വിദ്യാർത്ഥി അദ്വൈത്തിനാണ് പൊള്ളലേറ്റത്. കോട്ടയം വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം. കണ്ണൂരിലെ ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പൈനൂർ സ്വദേശി നിഖിലയെ അറസ്റ്റ് ചെയ്തു. പിറ്റ് NTPS ആക്ടിൽ സംസ്ഥാനത്ത് ആദ്യ വനിതാ അറസ്റ്റാണിത്. ലഹരി കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് കരുതൽ തടങ്കൽ നടപടി. എറണാകുളം നെടുമ്പാശ്ശേരിയിലെ ബാറിൽ ഏറ്റുമുട്ടൽ. തിരുവോണ ദിനത്തിൽ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടിയതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കാപ്പ കേസ് പ്രതികളടക്കം സംഘർഷത്തിലേർപ്പെട്ടു. എറണാകുളം കോതമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ടു. നെല്ലിമറ്റത്തിന് സമീപം വെച്ച് JCBയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇടുക്കി കുട്ടിക്കാനത്ത് വിദ്യാർത്ഥി ബൈക്ക് അപകടത്തിൽ മരിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. അമിത വേഗത്തിൽ അണക്കര സ്വദേശി ഡോൺ ഓടിച്ച ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. കുട്ടിക്കാനം മരിയൻ കോളേജിലെ BSc 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച ഡോൺ. മാധ്യമപ്രവർത്തകൻ മാത്യു സിയാർ അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ജയ്ഹിന്ദ് TVയിലെ ന്യൂസ് ഇൻചാർജ് ചുമതല വഹിച്ചു വരികയായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 2:30 വരെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പൊതുദർശനം ഉണ്ടാകും. മറ്റന്നാൾ രാവിലെ പാറ്റൂർ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലാണ് സംസ്കാരം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന IEC വാൻ ക്യാമ്പയിൻ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു. കൈതപ്പൊയിൽ ലിസ കോളേജിൽ ജില്ലാതല പര്യടനം പുതുപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ഐസക് ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന NSS കാര്യാലയവും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. എറണാകുളം മുളവുകാട് വടക്കുംഭാഗം വലിയ പറമ്പിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണവിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് VS അക്ബർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PA വർഗീസ്, ജോയിന്റ് സെക്രട്ടറി EG ജയൻ, വാർഡ് മെമ്പർ KA വിനോദ് എന്നിവർ നേതൃത്വം നൽകി. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ ഓപ്പറേഷൻ ഷൈലോക്കുമായി എറണാകുളം റൂറൽ പോലീസ്. പരിശോധനയിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണവും മുദ്രപത്രങ്ങളും സ്വർണവും പിടികൂടി. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പുല്ലിവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 16-ന് രാവിലെ 10-ന്. പത്തനംതിട്ട വെച്ചൂച്ചിറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വിവിധ സീറ്റുകളിലേക്ക് ഒഴിവുണ്ട്. പ്രവേശനം നടക്കുക ഈ മാസം 15-ന്. ഒഴിവ് ബയോമെഡിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ കോഴ്സുകളിലേക്ക്. കൊല്ലം വെളിയം സർക്കാർ ITയിൽ ഡ്രൈവർ കം മെക്കാനിക് ട്രേഡിൽ സീറ്റ് ഒഴിവ്. അഭിമുഖം ഈ മാസം 20-ന്. ചേർത്തല KVM എഞ്ചിനീയറിംഗ് കോളേജിൽ MBA MCA സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. പ്രവേശനം ഈ മാസം 15-ന്. ഇനി ദേശീയ വാർത്തകൾ. അനുവാദമില്ലാതെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നടി ഐശ്വര്യ റായ് ഡൽഹി ഹൈക്കോടതിയിൽ. വ്യക്തിപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയിൽ ഹർജി നൽകി. അനുവാദമില്ലാതെ ചിത്രങ്ങൾ പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് വിലക്കണമെന്നും നടിയുടെ ഹർജി. ധർമ്മസ്ഥലയിലെ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ BJPയും RSSും തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങളുടെ ഫലമാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. മുഴുവൻ വിവാദവും ഗൂഢാലോചനയാണെന്നും വിഷയത്തിൽ കോൺഗ്രസിന് പങ്കില്ലെന്നും DK ശിവകുമാർ. ഡൽഹിയിലെ മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനം സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി MP. ഉദ്ഘാടന ദിനം എത്താൻ കഴിയാതിരുന്നത് അനാരോഗ്യം കാരണമെന്ന് പ്രിയങ്ക. UDF നേതാക്കൾക്കൊപ്പമാണ് പ്രിയങ്ക ഗാന്ധി ലീഗ് ദേശീയ ആസ്ഥാനം സന്ദർശിച്ചത്. ഡൽഹി മൗലാന ആസാദ് മെഡിക്കൽ കോളേജിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഡൽഹി സെക്രട്ടേറിയറ്റിലും ബോംബ് ഭീഷണി. TVK അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനത്തിന് ഈ മാസം 13-ന് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കമാകും. ഡിസംബർ 20-ന് മധുരയിലാണ് സമാപനം. എല്ലാ ശനിയാഴ്ചയും പര്യടനമുണ്ടാകും.
വിജയുടെ സംസ്ഥാന പര്യടനത്തിൽ വിമർശനവുമായി ബി.ജെ.പി. നേതാവ് കെ അണ്ണാമലൈ. സംസ്ഥാന പര്യടനത്തിലെ റാലികൾ ശനിയാഴ്ച മാത്രമാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ജനങ്ങളെ കാണുകയുള്ളൂ എന്ന് പറയുന്നത് എന്ത് നിലപാടെന്ന് അണ്ണാമലൈ ചോദിച്ചു. മൈസൂരുവിലെ ഷോപ്പിംഗ് മാൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് 2 പേർ മരിച്ചു. DRC മാൾ ഇലക്ട്രീഷ്യൻ സുനിൽ, ചന്ദ്രപ്പ എന്നിവരാണ് മരിച്ചത്. ജമ്മു കാശ്മീരിലെ സിയാച്ചിലുണ്ടായ ഹിമപാതത്തിൽ 3 സൈനികർ വീരമൃത്യു വരിച്ചു. 3 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി സൈന്യം. പ്രളയക്കെടുതിയുണ്ടായ ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായം പ്രഖ്യാപിച്ചു. ദുരിതബാധിത മേഖലയിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് സഹായം പ്രഖ്യാപിച്ചത്. തമിഴ്നാട് നീലഗിരിയിൽ എസ്റ്റേറ്റ് ജീവനക്കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. DRC എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ ഷംസുദ്ദീനാണ് മരിച്ചത്. തെലങ്കാനയിൽ 5 വയസ്സുകാരെ ആക്രമിച്ച് തെരുവ് നായക്കൂട്ടം. കാസിപ്പേട്ടിൽ റോഡിലൂടെ നടന്നുപോയ കുട്ടിയാണ് തെരുവ് നായക്കൂട്ടം ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. രാജ്യാന്തര വാർത്തകൾ. തീരുവാവർദ്ധനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും വിസ അനുവദിക്കുന്നത് പുതിയ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ട്രംപ് ഭരണകൂടം. സന്ദർശക, തൊഴിൽ, വിദ്യാർത്ഥി തുടങ്ങിയ നോൺ ഇമിഗ്രന്റ് വിസകൾക്ക് അപേക്ഷിക്കാൻ സ്ഥിരമായി താമസിക്കുന്നതോ പൗരത്വമുള്ളതോ ആയ രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ കഴിയൂ എന്ന നിർദ്ദേശം. ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ചുമത്തി ഇരട്ടത്തീരുവ അന്യായവും യുക്തിരഹിതവുമെന്ന് ചൈന. വെല്ലുവിളിയെ സംയുക്തമായി നേരിടാൻ ഡൽഹിയും ബീജിംഗും സാമ്പത്തിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ചൈനീസ് അംബാസിഡർ സു ഫെയ്ഹോങ്. കൂടുതൽ ഇന്ത്യൻ കമ്പനികളെയും ചൈനീസ് അംബാസിഡർ സ്വാഗതം ചെയ്തു. മെക്സിക്കോ സിറ്റിയിൽ ചരക്ക് തീവണ്ടി ഡബിൾ ഡക്കർ ബസ്സിലിടിച്ച് 10 മരണം. പരിക്കേറ്റ് 40 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഗസയ്ക്ക് സഹായമായി യാത്ര തിരിച്ച പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗും സംഘവും സഞ്ചരിച്ച കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഗ്ലോബൽ സുമിത് ഫ്ലോട്ടില എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. ടുണീഷ്യൻ തീരത്തായിരുന്നു സംഭവം. അപ്രതീക്ഷിതമായ കപ്പലിൽ തീ പടരുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാർ സുരക്ഷിതർ. ഇന്ത്യ ചൈന ബ്രിക്സ് ബന്ധം അധികനാൾ നിലനിൽക്കില്ലെന്ന് അമേരിക്കൻ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നൊവാരോ. US-ലെ ഇന്ത്യൻ ലോബിയസ്റ്റ് തലവൻ ജെയ്സൺ മില്ലർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചു. ഗസ സിറ്റിക്ക് സമീപം ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. കഫ് ജബാലിയ പ്രദേശത്ത് സൈനിക ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണം. സൈനികരെ കൊലപ്പെടുത്തിയത് യുദ്ധ ടാങ്കിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. നോർവേ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന് വീണ്ടും ജയം. പ്രധാനമന്ത്രി ജോനാസ് ഗഹർസ്റ്റോറിന്റെ നേതൃത്വത്തിൽ സഖ്യം 89 സീറ്റ് നേടി. വലതുപക്ഷ കൂട്ടായ്മയ്ക്ക് ലഭിച്ചത് 80 സീറ്റുകൾ. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് ജോനാസ് ഗഹർസ്റ്റോർ. ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് 80,000 രൂപ കടന്നു. പവന് 1000 രൂപ കൂടി 80,880 രൂപയായി. ഗ്രാമിന് 10,110 രൂപ. കൂപ്പെ SUV വിഭാഗത്തിൽ പുതിയ മോഡലായ ബസാൾ ടെക്സിനെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച് സിട്രോൺ. കമ്പനിയുടെ സിട്രോൺ 2.0 പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റലിജൻസ് ഇൻ കാർ അസിസ്റ്റ് ഫീച്ചറായ കാറയുമായാണ് ബസാൾ ടെക്സിന്റെ വരവ്. വില 12.89 ലക്ഷം. സ്പോർട്സ്. യൂറോപ്യൻ മേഖലയിലെ ലോകകപ്പ് യോഗ്യതാ വമ്പന്മാർ അല്പസമയത്തിനകം കളത്തിൽ. പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ടീമുകളുടെ മത്സരങ്ങൾ 12:15 മുതൽ. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അവസാനഘട്ട മത്സരങ്ങൾക്കായി അർജന്റീനയും ബ്രസീലും കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 അർജന്റീന ഇക്വഡോറിനെയും ബ്രസീൽ 5 മണിക്ക് ബൊളീവിയയും നേരിടും. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് നാളെ ആദ്യ മത്സരം. രാത്രി 8-ന് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ആതിഥേയരായ UAE. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടർന്ന് നായകൻ സൂര്യകുമാർ യാദവ്. ലിസ്റ്റ് വരുമ്പോൾ കാണാമെന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി. ജലക് സക്സേന ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീം വിട്ടു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റം. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് വെസ്റ്റ് ഇൻഡീസിനായ ടെസ്റ്റ് പരമ്പരയിൽ തിരിച്ചെത്തുമെന്ന് റിപ്പോർട്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിനിടെയാണ് പന്തിന് കാലിന് പരിക്കേറ്റത്. ഇന്റർ മയാമി താരം ലൂയിസിന് മേജർ ലീഗ് സോക്കറിലെ 3 മത്സരങ്ങളിൽ വിലക്ക്. ലീഗ്സ് കപ്പിനിടെ എതിർ ടീം സഹപരിശീലനം തുപ്പിയതിലാണ് നടപടി.
ആൻജെ പോസ്റ്റാകോഗ്ലു ഇംഗ്ലീഷ് ക്ലബ്ബ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ പുതിയ പരിശീലകൻ. പുറത്താക്കിയ ന്യൂനോക്ക് പകരമായാണ് ആൻജെ എത്തുന്നത്. ഫിജി താരം റോയ് കൃഷ്ണ സൂപ്പർ ലീഗ് കേരള ക്ലബ് ഫുട്ബോൾ എഫ്സിയിൽ ISL 2 സീസണിൽ ടോപ്പ് സ്കോററായ താരമാണ് റോയ് കൃഷ്ണ. വെൽക്കം ബാക്ക്. ഇനി നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. സുരഭി ലക്ഷ്മിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജയരാജ് സംവിധാനം ചെയ്ത അവൾ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചെയ്തു. മലയാള സിനിമയിലെ പ്രശസ്തരായ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും ചേർന്നാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. നടി ഗ്രേസ് ആന്റണി വിവാഹിതയായി. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഗ്രേസ് സന്തോഷ വിവരം പങ്കിട്ടിരിക്കുന്നത്. സംഗീത സംവിധായകനായ എബി ടോം സിറിയക്കാണ് വരൻ. ജോജോ ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം മൂന്നാറിൽ ആരംഭിച്ചു. ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മുരളി ഗോപി, അർജുൻ അശോകൻ, സുകന്യ, ബാബുരാജ്, വിൻസി അലോഷ്യസ്, സാനി യേപ്പൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. തന്റെ വ്യാജ മരണ വാർത്തയിൽ പ്രതികരണവുമായി നടി കാജൽ അഗർവാൾ. താൻ സുരക്ഷിതയായിരിക്കുന്നുവെന്നും ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഫാക്ട് ചെക്ക്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥൻ സ്ത്രീയുടെ മുഖത്തടിക്കുന്ന ദൃശ്യം എന്ന പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. വൈറൽ വീഡിയോയിലുള്ളത് കേരളത്തിലെ പോലീസ് അല്ല, തെലങ്കാന പോലീസിലെ ACP 2018 ഫെബ്രുവരി 17 മോഷണ കേസ് പ്രതിയുടെ മുഖത്തടിച്ച ദൃശ്യമാണ്. നാളെ അറിയാൻ. രാമനാട്ടുകര ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറുടെ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10. എറണാകുളം മഹാരാജ് കോളേജിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിൽ സീറ്റ് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 10. അടൂർ അമ്മകണ്ഠകര ക്ഷീരസംരംഭകത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്കായി തീറ്റപ്പുൽ കൃഷി വിഷയത്തിൽ പരിശീലനം നടത്തുന്നു. പരിശീലനം നാളെയും മറ്റന്നാൾ. എറണാകുളം SRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകന്റെ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10. മലപ്പുറം പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10. ഇപ്പോൾ കിട്ടിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ വിജയം ജനാധിപത്യത്തിന്റേതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുൾപ്പെടെ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിച്ചത് നല്ല സൂചനയാണെന്നും കിരൺ റിജിജു. AFC Under-23 ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ മലയാളിക്കരത്തിൽ ഇന്ത്യക്ക് വമ്പൻ ജയം. ബ്രൂണെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. പഞ്ചാബിലെ മഴക്കെടുതിയിൽ കേന്ദ്ര സഹായം അപര്യാപ്തമെന്ന് പഞ്ചാബ് സർക്കാർ. 60,000 കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായെന്നും പഞ്ചാബ് റവന്യൂ മന്ത്രി. ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.